اللهم الهمنا مراشد امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون عن عائشة رضي الله تعالى عنها أنها قالت قال رسول الله صلى الله عليه وسلم ما عمل ابن آدم يوم النحر أحب إلى الله من إفراط الدم فإنه ليأتي يوم القيامة بقرونها وأشعارها وأظلافها وإن الدم ليقع بمكان قبل أن يقع في الأرض فطيبوا بها نفسا أو كما قال عليه الصلاة والسلام صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين الحمد لله رب العالمين ബഹുമാനനായ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി വൃത്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ ഫർദാക്കുകയും എന്നാൽ ഒരുപാട് നന്മകൾ അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിളി കേട്ട അള്ളാഹുവിൻ്റെ അതിഥികൾ അവൻ്റെ പരിശുദ്ധമായ നാട്ടിലേക്ക് യാത്ര ചെയ്തു തുടങ്ങിക്കഴിഞ്ഞൊരു സന്ദർഭമാണ്. ഹജ്ജിൻ്റെ മാസം എന്ന് പറയുന്നത് തന്നെ റമദാൻ കഴിയുമ്പോൾ ആരംഭിക്കുന്നു. പരിശുദ്ധ റമദാനിൽ മുഅ്മിനീങ്ങൾ നേടിയെടുത്ത അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്തൊരു അമലിലേക്ക്, ഒരു പ്രധാനപ്പെട്ട അമലിലേക്ക്, ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളിൽ ഒന്നിലേക്ക് അള്ളാഹുവിനെ വിളിക്കുക. ഭാഗ്യമുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് യാത്രയാകുന്ന പ്രധാനപ്പെട്ട സമയമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ പ്രദേശത്തു നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന ഹാജിമാരുടെ യാത്ര ചോദിക്കുകയും യാത്ര അയക്കുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു മഹല്ലിലെ ഔപചാരികമായ നടപടി ജുമാ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് നടക്കുന്നതാണ്. നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഹജ്ജിന് യാത്രയാകുന്നവർ, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നവർ, ഇവരോടൊക്കെ ദുആ വസിയത്ത് ചെയ്യലും അവരെ മുസാഫ ചെയ്യലും യാത്രയാക്കലും ഒക്കെ ആദ്യകാലം മുതൽ നടന്നു വന്നൊരു നടപടിക്രമമായിട്ട് ഹദീസുകളിൽ കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിലേക്ക് പോകുന്നവരോട് ദുആ വസിയത്ത് ചെയ്തതായിട്ട് ഹദീസുകളിൽ കാണാം. സഹാബാക്കൾ അങ്ങനെ യാത്രയാക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ നല്ല ദുആയിൽ നമ്മളെയും ഉൾപ്പെടുത്തണമെന്ന് സഹാബികൾ പരിശുദ്ധ മക്കയിലേക്ക് പോകുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. ഹജ്ജ് കഴിഞ്ഞ് വന്നവരോട് ആ രീതിയിൽ ദുആ വസിയത്ത് ചെയ്യാനുള്ള കൽപ്പനകൾ ഹദീസിലുണ്ട്. ഏതായാലും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാന
സമയങ്ങളാണ് റമദാൻ മുതൽ ഇങ്ങോട്ട് കടന്നു പോകുന്ന ഹജ്ജിന്റെ മാസങ്ങളും അതിനുശേഷമുള്ള മാസവും ഒക്കെ. നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ദീൻ, ഇത് മനുഷ്യാരംഭം മുതൽ തുടങ്ങി വരുന്ന ദീനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു അമൽ കൂടിയാണ്. പലപ്പോഴും പലരും അവരുടെ പാരമ്പര്യം പറയാറുണ്ട്. പാരമ്പര്യത്തെ അഡ്രസ് ചെയ്തിട്ട് അതിലേക്ക് വിളിക്കാറുണ്ട്. ഞങ്ങളുടെ 5000 കൊല്ലം പാരമ്പര്യമുള്ള സംസ്കാരം എന്നൊക്കെ പറയാറുണ്ട്. 5000 കൊല്ലമല്ല, മനുഷ്യാരംഭം മുതൽ തുടങ്ങി വന്ന ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ടാണ് അല്ലാഹുവിന്റെ ദീൻ നമ്മളിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ മുഅ്മിൻ മാത്രമല്ല, ആദ്യത്തെ പ്രവാചകൻ കൂടെ. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ നബിയായിട്ടാണ് അയച്ചത്. അത് നബിയുടെ ആദ്യത്തെ യാത്ര പരിശുദ്ധ കഅബയിലേക്കാണ്. ഹജ്ജ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മിനൽ ഹിന്ദി 40 ഹജ്ജൻ മാഷിയ. നടന്ന് ഇന്ത്യയിൽ നിന്നും 40 തവണ പോയി ആദം നബി ഹജ്ജ് ചെയ്തു എന്ന് ചില റിവായത്തുകളിലുണ്ട്. അത് ചില പണ്ഡിതന്മാർ ഇതിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. മനുഷ്യോൽപത്തിയുടെ ഒരു ചരിത്രമാണ് ആ ഹദീസുകൾ അല്ലെങ്കിൽ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭൂമി ലോകത്തേക്ക് വന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തേക്കായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് നടന്നുപോയി, പിന്നെ തിരിച്ചു വന്നു, വീണ്ടും നടന്നുപോയി. അങ്ങനെ 40 തവണ പോയി എന്നാണ് ആ വാക്കുകളിൽ കാണാൻ കഴിയുന്നത്, ആ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിതാവിന്റെ ആദ്യത്തെ യാത്രയാണ് കഅബയിലേക്കുള്ള യാത്ര. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കഅബ അത് നമ്മുടെ വൈകാരിക ബന്ധമുള്ള സ്ഥലമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി അവിടെ എത്തിയിട്ട് കഅബയെ തവാഫ് ചെയ്തു. തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ മലക്കുകൾ പറഞ്ഞു, ആദമേ, നിന്റെ ഹജ്ജ് വളരെ നന്നായി. താങ്കൾക്ക് മുമ്പ് ഞങ്ങൾ വർഷങ്ങളായി 2000 കൊല്ലമായിട്ട് ഈ ഭവനത്തെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ ഭവനത്തിൽ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു അമൽ, ആ അമലിന് വേണ്ടി ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നുമാണ് വിശ്വാസികൾ ഒന്നിച്ചേരുന്നത്. ഖുർആനിൽ അല്ലാഹു അങ്ങനെ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. വാദ്യം ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോടുള്ള കൽപ്പനയാണ്, താങ്കൾ ഹജ്ജിന് വിളംബരം ചെയ്യുക. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ, താങ്കളുടെ അടുക്കലേക്ക് അഥവാ പരിശുദ്ധ കഅബയിലേക്ക് കാൽനടയായിട്ടും വിദൂര ദിക്കുകളിൽ നിന്നും വാഹനങ്ങളിലും ഇടിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും വാഹനങ്ങളിലുമായിട്ട് അവർ താങ്കളുടെ അടുക്കലേക്ക് ഒന്നിച്ചേരട്ടെ. അല്ലാഹു അവർക്ക് ഉപകാരപ്രദമായി വച്ചിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് അവർ സാക്ഷിയാകാൻ വേണ്ടി പരിശുദ്ധ കഅബയിൽ അവിടെ വെച്ചിരിക്കുന്ന പ്രയോജനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി, ഹജ്ജിന്റെ അമലുകളിൽ അല്ലാഹു തആല വെച്ചിരിക്കുന്ന നന്മകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും അവർ വരാൻ താങ്കൾ വിളിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു. ചില റിവായത്തുകളിൽ കാണാൻ കഴിയും, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹു ഈ സ്ഥലത്ത്, ഈ ജനശൂന്യമായ ഈ സ്ഥലത്ത് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ്? അല്ലാഹു തആല പറഞ്ഞു, താങ്കൾ വിളിക്കുക, കേൾപ്പിക്കുക എന്നുള്ളത് താങ്കളുടെ ഉത്തരവാദിത്തമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു, ഇതാ അല്ലാഹുവിന്റെ ഭവനം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്ന മനുഷ്യരെ, ഫഹുജ്ജു, നിങ്ങളെല്ലാവരും ഇവിടെ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊള്ളുക. പണ്ഡിതന്മാർ എഴുതി, ഹദീസിന്റെ താല്പര്യത്തിൽ ആ വിളി ഈ പ്രപഞ്ചത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പുറത്തേക്ക് പോയി. അത് പ്രകമ്പനം കൊണ്ടു ആലമുൽ അർവാഹിലുള്ള റൂഹുകൾ പോലും
പോയി കേട്ടു. അവിടെ നിന്നും ആ വിളിക്കവർ ഉത്തരം പറഞ്ഞു, ലബ്ബൈക്, ഞങ്ങൾ വരാൻ തയ്യാറാണ്. അവര് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അതിന് ഉത്തരം ചെയ്തിരിക്കുന്നു. ആ ലബ്ബൈക് പറഞ്ഞ അർവാഹുകളെല്ലാം പരിശുദ്ധമായ മണ്ണിലെത്തും എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ വളരെ പാരമ്പര്യമുള്ള മനുഷ്യാരംഭം മുതൽ തുടങ്ങിയ ഒരു പ്രയാണത്തിന്റെ, ഒരു കർമ്മത്തിന്റെ, ഒരു സംസ്കൃതിയുടെ, ഒരു ഇബാദത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഹജ്ജ് കർമ്മത്തിലേക്ക് എല്ലാ നാടുകളിൽ നിന്നും മുഅ്മിനീങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ഹാജിമാരുടെ യാത്രാ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് ജനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു ഹജ്ജ് കർമ്മത്തിന് വേണ്ടി. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള അമല്, ഹജ്ജിന്റെ അമലുകൾ അവിടെ നിർവഹിക്കപ്പെടുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഹജ്ജിന് പുറപ്പെടാത്തവരും ഒരു തവണ ഇപ്രാവശ്യം പോകാത്തവരും നാട്ടിൽ കഴിയുന്നവരും അങ്ങനെയുള്ള വിശ്വാസികളും ചില അമലുകൾ ചെയ്യാൻ ശരീഅത്തുൽ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ്. ഹജ്ജിമാരോടൊപ്പം ചേർന്നുകൊണ്ട് നാട്ടിൽ നിന്നും ചില അമലുകൾ ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് 10 അന്ന് ബലിപെരുന്നാളിന്റെ ദിവസം അതിനനുബന്ധമായ 2 ദിവസങ്ങളിലും മുഅ്മിനീങ്ങൾ നിർവഹിക്കുന്ന ഉദ്ഹിയ അഥവാ ബലികർമ്മം എന്ന ആ അമൽ. അതും അല്ലാഹു തആല ആദ്യം അത് നിയമമാക്കിയ ഒരു അമലാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പരിശോധിച്ചാൽ ഈ ബലികർമ്മത്തെ കുറിച്ച് മനുഷ്യാരംഭം മുതൽ അത് പഠിപ്പിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ ഖാല ലാ ഖതുലന്നക ഖാല ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു പറയുന്നു, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 2 പുത്രന്മാരുടെ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം, നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കാം. ഇത് അവർ രണ്ടുപേരും ബലികർമ്മം നിർവഹിച്ചു. രണ്ടുപേരും ഒരു ഖുർബാൻ ചെയ്തു. എല്ലാ ഓരോ അമലുകൾക്കും 2 അവസ്ഥകളുണ്ട്. ഒന്ന് സ്വീകാര്യതയുടെ അവസ്ഥയാണ്, മറ്റൊന്ന് തള്ളപ്പെടുന്ന അവസ്ഥയാണ്. ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ അമലിനുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. ഒരു അമൽ ചെയ്തു എന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല, അതിനൊരു സ്വീകാര്യത ഉണ്ടാകണം. അത് അല്ലാഹുവിന്റെ കബൂലാകണം. ഹദീസിൽ നമുക്ക് കാണാം ചില മനുഷ്യരുടെ നമസ്കാരത്തിന്റെ സ്വീകാര്യത, ചിലരിലേക്ക് നമസ്കാരം തള്ളപ്പെടുന്ന അവസ്ഥ എല്ലാ അമലിനുമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല. എങ്ങനെയെങ്കിലും അത് ചെയ്യുക പോരാ. എന്റെ ഈ അമലിൽ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആ ചിന്ത, ആ ഉദ്ദേശം, ആ ആഗ്രഹം, ആ തേട്ടം ഇത് വിശ്വാസിക്ക് ഉണ്ടാകണം. വിശുദ്ധ കഅബ നിർമ്മിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ദുആ ചെയ്ത് അല്ലാഹു കൽപ്പിച്ചത് ഖുർആനിലുണ്ട്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നീ പറഞ്ഞതനുസരിച്ച് നിന്റെ ഭവനത്തെ ഞാൻ പണിതുയർത്തി, പക്ഷെ നീ ഇത് സ്വീകരിക്കണം. എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. റബ്ബന അരിനാ മനാസികനാ വതുബ് അലൈനാ. എങ്ങനെയൊക്കെയാണ് അമൽ ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരണം. അതുകൊണ്ട് തന്നെ അല്ലാഹു പഠിപ്പിക്കുന്ന അമലുകൾ ഏതാണ്, അല്ലാഹു പഠിപ്പിച്ച രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. ആ അമലുകൾക്ക് അതിന്റെ മഹാത്മ്യവും മഹത്വവും ഉണ്ട്. അത് ആ രൂപത്തിൽ തന്നെ ചെയ്യണം. ഈ അടുത്ത സമയത്ത് നല്ല ചൂടാണല്ലോ. നമ്മുടെ കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ, ചില പള്ളികളിലൊക്കെ ഇസ്തിസ്ഖാന്റെ നമസ്കാരം നിർവഹിച്ചു, അപൂർവമായിട്ട്. ഇസ്തിസ്ഖാന്റെ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? മഴയെ തേടിയുള്ള നമസ്കാരം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഹദീസിലുള്ളതാണ്. അതിന്റെ രീതിയും എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടം എല്ലാം ചെയ്തിട്ട് ചെയ്തതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. സംഘടനാ ബേസില്, മഹല്ല് ബേസില് ഈ ബാക്കിയതെല്ലാം അങ്ങനെയാണ്. കാലമല്ലാതെ മാറിപ്പോയി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ,
ഖിയാമത്തോട് അടുത്ത സമയത്ത് പള്ളി നിറച്ച് വിഭാഗത്തുകാരുണ്ടാവും, ഭയഭക്തിയുള്ള ഒരാളും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളുടെ എല്ലാ വിഭാഗത്തുകളെ കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കരമായ വിമർശനം, എല്ലാം മുസ്ലിം പേരുള്ള ആൾക്കാരാണ്. മഴ പെയ്യാൻ ഇതുണ്ട്, അതിന് വിമർശനം, അന്ധവിശ്വാസം എന്നാ പറയുന്നത്. ഇത്രയും അജ്ഞരായി പോയി സമുദായം, ദീനെ കുറിച്ച് ഇത്രയും ബോധമില്ലാത്ത അവസ്ഥ, അജ്ഞതയുടെ അങ്ങേറ്റം. കുറെ ചില കാര്യങ്ങൾ, ഇബാദത്തുകൾ കുറച്ചു കാലം പറയുന്നവർ പറയാതിരിക്കുകയും ചെയ്യുന്നവർ ചെയ്യാതിരിക്കുകയും ചെയ്താൽ പിന്നീട് വരുന്ന ആൾക്കാർ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കും. അത് ഖുർആനിലുണ്ടെങ്കിലും ഹദീസിലുണ്ടെങ്കിലും വിവിധങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കേൾക്കാതിരുന്നാൽ പിന്നെ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ടേയിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. മുൻഗാമികൾ അങ്ങനായിരുന്നു. അവരാരെയും അതിന് ലജ്ജിച്ചിരുന്നില്ല. ഏത് കാര്യം ഖുർആനിലും ഹദീസിലും ഒരു കാര്യം സ്ഥിരപ്പെട്ടോ അത് പറയുന്നതിന് അവർക്കൊരു ലജ്ജയില്ല, അത് പറയുന്നതിന് അവരൊരു മടിയും കാണിച്ചിട്ടില്ല, ചെയ്യുന്നതിനൊരു മടിയും കാണിച്ചിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഈ ദീൻ വളർന്നത്. അതിനകത്ത് ലജ്ജിക്കേണ്ട കാര്യവുമില്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, അതിനകത്ത് ആർക്കും ഒരു വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. അത് ഏതെങ്കിലും മന്ദബുദ്ധികൾക്ക്, ചിന്തിക്കാത്തവർക്ക്, അജ്ഞന്മാർക്ക്, വിവരമില്ലാത്തവരുടെ ബുദ്ധി അത് ഉൾക്കൊള്ളുന്നില്ല, അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഖുർആനിലെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? സ്ഥിരപ്പെടാത്ത കാര്യം പറയുന്നു, അത് ചെയ്യരുത്. അള്ളാഹു റസൂൽ ചെയ്തിട്ടുണ്ടോ? പറഞ്ഞുകൊണ്ടേയിരിക്കണം, പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ അതിനോടനുബന്ധമായി ആരംഭം മുതൽ മുഅ്മിനീങ്ങൾ ചെയ്തു വരുന്ന ഒരു അമലാണ് ബലികർമ്മം എന്നുള്ളത്. അത് മനുഷ്യാരംഭം മുതലുണ്ട്. അത് അല്ലാഹു തആല ഖുർആനിൽ ആ അമലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദം നബിയുടെ മക്കളെ പറഞ്ഞു, ഒരാളിന് സ്വീകരിച്ചു, ഒരാളിന് സ്വീകരിച്ചില്ല. വലം യതഖബ്ബൽ മിനൽ ആഖിർ ഖാല ലാ തുഖിലന്ന ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. സ്വീകരിക്കാത്തവൻ പറഞ്ഞു സ്വീകരിച്ചവനോട് ഞാൻ നിന്നെ കൊന്നുകളയും. ആ സംഭവം പറഞ്ഞ സമയമില്ലല്ലോ, എല്ലാവർക്കും അറിയാം എന്താ കാരണമെന്നൊക്കെ. സ്വീകരിക്കപ്പെട്ടത് ഹാബീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉദഹിയാണ്, ഖുർബാനാണ്, ബലികർമ്മമാണ്. സ്വീകരിക്കാത്തത് ഹാബീലിൻ്റെതാണ്. ഹാബീൽ ഘാതകനാണ്, ഖാത്തിലാണ്. സ്വീകരിക്കുന്നതിന് അന്ന് അടയാളം ഉണ്ടായിരുന്നു, ആ അടയാളം പ്രത്യക്ഷപ്പെട്ടു. ഹാബീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാടിനെയാണ് ഖുർബാനായിട്ട് സമർപ്പിച്ചത്. ഹാബീൽ എന്തോ ചില്ലറ വസ്തുവിനെയാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സ്വീകാര്യത കിട്ടിയപ്പോൾ ഹാബീലിന് ദേഷ്യം വന്നു, ഹാബീലിനെ വധിച്ചു കളഞ്ഞു. ആ സംഭവം ഖുർആനിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹാബീലിൽ നിന്ന് സ്വീകരിച്ചത്? അത് അള്ളാഹു തന്നെ പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരിൽ നിന്നാണ് അള്ളാഹു തആല അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുക, തന്റെ ഇച്ഛ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുക, പേരിന് വേണ്ടി ചെയ്യുക, പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുക, തോന്നിയതുപോലെ ചെയ്യുക, ഒരു അമലിനെ അവഗണിക്കുക, അതെന്തിന് സ്വീകരിക്കുകയില്ല. ഹാബീലിന് അതാണ് സംഭവിച്ചത്. ആ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വില കൊടുത്തില്ല, അതിന് മഹാത്മ്യം കൽപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്ത് എവിടെല്ലാം കൊല നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ഒരു ഓഹരി ഹാബീലിന്റെ കബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. കാരണം ലോകത്ത് ആദ്യമായി കൊലപാതകം എന്ന ആക്രമണം ചെയ്തത് ഹാബീലാണ്. അത് കാണിച്ചു കൊടുത്തു, അതിന്റെ ഓഹരി എത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഹദീസിൽ വരുന്നത്, ഒരാളും ഒരിക്കലും ഒരു തിന്മ കാണിച്ചു കൊടുക്കുന്ന ആളാകരുത് നാട്ടിൽ, പിന്നെ കബറിൽ കിടക്കാൻ പറ്റും. ആരെല്ലാം അത് ചെയ്യുന്നോ അതിന്റെ ഓഹരി പാർസലായിട്ട് വരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവേ സന്മാർഗമുള്ളവനും ബാക്കിയുള്ളവരെ സന്മാർഗത്തിലാക്കുന്നവനും ആയിട്ട് എന്നെ നീ ആക്കണം. വഴിപഴച്ചു പോവുകയും മറ്റുള്ളവരെ വഴിപഴപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാക്കരുത്. ഒരാൾ വഴികെട്ടുപോയി, സാധ്യത കൂടുതലുണ്ട് തിരിച്ചു വരാൻ. വഴിപഴപ്പിക്കുന്നവനായ ഇച്ചിരി പ്രയാസമാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിൽ വന്നതിന് ശേഷമാണെങ്കിൽ വഴിപഴപ്പിക്കുന്നവരാണെങ്കിൽ വലിയ പ്രയാസമാണ്. കാരണം പിന്നെ അത് ഏറ്റെടുത്ത് കണ്ട് ചെയ്തവരുടെ എല്ലാം തിന്മ അങ്ങോട്ട് വരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹാബീലിലേക്ക് ആ കൊല എത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങൾ, അന്ന് മുതൽ ഈ ഖുർബാൻ എന്ന് പറയുന്ന ഈ അമല് അല്ലാഹു തആല നടപടിയാക്കി നിയമമാക്കിയ ഒരു അമലാണ്.
അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖുർബാൻ എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിപ്പോ പറയേണ്ട കാര്യമില്ല, നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ നബിമാരും അനുഷ്ഠിച്ചു വന്ന ഒരു അമലാണ് ബലികർമ്മം എന്നത്. അതിനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മഹാത്മ്യത്തോടെയും പ്രാധാന്യത്തോടെയും ആ അമൽ ചെയ്യുകയുണ്ടായി. മനുഷ്യന്റെ അമലുകൾ പ്രത്യേകിച്ച് രണ്ട് രീതിയിലാണ്. ഒന്നവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലാണ്, മറ്റൊന്നവന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന അമലാണ്. വേറൊന്ന് രണ്ടും കൂടെ ചേർന്ന് ചെയ്യുന്ന അമലാണ്. അതാണ് ഹജ്ജ്. ശരീരം കൊണ്ട് ചെയ്യുന്ന അമലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് നമസ്കാരമാണ്, നമുക്കെല്ലാം അറിയാം. സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന അമലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബലികർമ്മമാണ് എന്ന് ചില ഉലമാക്കൾ എഴുതി. നമ്മുടെ ഖുർആനിൽ അങ്ങനെ പറഞ്ഞത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ നമസ്കാരത്തിനും കൈകെട്ടിയിട്ട് നമ്മളിത് പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? നേരത്തെ ശരിക്കും അർത്ഥം ഖുൽ ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ബലികർമ്മം. അതാണ് എന്റെ നേരത്തെ നേരെയാണ്. നുസുക്കി എന്ന് പറഞ്ഞാൽ എന്റെ ബലികർമ്മം. വമഹിയായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. എന്റെ ജീവിതവും മരണവും എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും ഇത് മുഴുവനും ഞാൻ എന്റെ റബ്ബിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഒരു വിശ്വാസിയുടെ കരാർ പുതുക്കലാണ് ഓരോ നിസ്കാരങ്ങളിലും ആ നിർവഹിക്കുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ്, അത് ഖുർആൻ അല്ലാഹു എടുത്തു പഠിപ്പിച്ചതാണ്. അത് തന്നെയാണ് നമ്മൾ ഇസ്തിഫ്താഹിന്റെ ദുആ ആയിട്ട് ഓതുന്നത്. നമസ്കാരത്തിൽ അത് പുതുക്കിക്കൊണ്ടേയിരിക്കുക. ഓരോ നമസ്കാരം, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ഈ നിസ്കാരവും എന്റെ ബലികർമ്മവും ഇതെല്ലാം എന്നെ സൃഷ്ടിച്ചൊരുക്കിയ, ലോകത്തെ സൃഷ്ടിച്ചൊരുക്കിയ റബ്ബിനുള്ളതാണ്. പിന്നെ എന്റേതായിട്ട് എനിക്ക് എന്താ ഉള്ളത്? എന്റേതായിട്ട് എനിക്കൊന്നുമില്ല. ഇത് മുഴുവൻ റബ്ബിനെ സമർപ്പിച്ചതാണ്, സമർപ്പിതമാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ. കൈകെട്ടിയിട്ട് എത്ര ദിവസം പറയുന്നത്? ചെയ്യുന്നത് കൈകെട്ടിയിട്ടാണ് പറയുന്നത്, നിയ്യത്ത് ചെയ്തിട്ടാണ് പറയുന്നത്, കരുതിക്കൂട്ടിയാണ് പറയുന്നത്, മനഃപൂർവ്വമാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നൊരു വിഷയം. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മഹാത്മ്യമുള്ളതാണ് ബലികർമ്മം, ഉപഹിയാകർമ്മം, അല്ലാഹുവിന് വേണ്ടി മൃഗത്തെ അറുക്കുക എന്നത്. ഇത് എല്ലാ നബിമാരിലൂടെയും അല്ലാഹു പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മഹാത്മ്യത്തോടു കൂടിയ അമൽ പൂർത്തിയാണ്. ഇബ്ലീസിന്റെ ഒരു രീതിയുണ്ട്, എപ്പോഴും ഏതെല്ലാം അമലുകൾ അല്ലാഹു തആല അവന് വേണ്ടി നിയമമാക്കിയോ അതേ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കും. അതാണ് യഥാർത്ഥത്തിൽ നേർക്ക് നേരെ ശിർക്ക് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ശിർക്ക്. ശിർക്കിന്റെ പല മൂലമുണ്ട്. അതിലൊന്നതാണ് അല്ലാഹുവിന് വേണ്ടി ഏത് ഇബാദത്തിനെ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നോ അത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ള ഇബ്ലീസിന്റെ പണിയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർ എങ്ങനെ പോകുന്നത്? ഇഹ്റാം കെട്ടിയിട്ടാണ് മക്കയിലേക്ക് പോകുന്നത്. ഇഹ്റാം ചെയ്യുമ്പോഴത്തേക്കും മറ്റ് വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ട് പുരുഷന്മാർ 2 വസ്ത്രം ധരിക്കും, പ്രത്യേക വേഷം ധരിക്കും. എന്നിട്ട് അവർ നിയ്യത്ത് ചെയ്യും, എന്നിട്ട് അവർ തൽബിയത്ത് പറയും. അത് പറഞ്ഞുകൊണ്ടാണ് മക്കയിലേക്ക് പോകുന്നത്. ഇതേ രൂപത്തിൽ ലോകത്ത് മറ്റ് മഅബദുകളിലേക്ക് മനുഷ്യൻ പോകുന്നില്ലേ? യാത്ര ചെയ്യുന്നത് പ്രത്യേക വസ്ത്രം ധരിക്കും, പ്രത്യേക രൂപം ധരിക്കും, പ്രത്യേക വാക്കുകൾ പറയും. അങ്ങനെ ഇവിടെ എല്ലാം പോകുന്നുണ്ട്. പരിശുദ്ധ മക്കയിലെത്തിയാൽ കഅബയിൽ എന്ത് ചെയ്യും? തവാഫ് ചെയ്യും. അത് അല്ലാഹു അവിടെ നിയമമാക്കിയ ഒരു അമലാണ്. മനുഷ്യന്മാർ പോകുന്നില്ലേ? പലയിടത്തും പോയി തവാഫ് ചെയ്യുന്നില്ല, ചുറ്റുന്നില്ലേ? അതാര് പഠിപ്പിച്ചതാണ്? അവർക്ക് പ്രത്യേക ശരീരത്തൊന്നും അവിടെ നിന്ന് വന്നതല്ലോ. പ്രത്യേകം ഈ പറയുന്ന ആൾക്കാർക്ക് ശരീരത്ത് വന്നതൊന്നുമല്ല, ഇത് ഇബ്ലീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന. എന്നതുപോലെ ബലികർമ്മവും അല്ലാഹുവിന് വേണ്ടി മാത്രം അല്ലാഹു തആല നിശ്ചയിച്ച സുപ്രധാനമായ ഒരു അമലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. ഇബ്ലീസ് എന്ത് ചെയ്തു? അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അത് ചെയ്യിപ്പിച്ചു. അങ്ങനെ മക്കയിൽ ആദ്യമായി ചെയ്ത ആള്, അത് കാണിച്ചു കൊടുത്ത ആള് അംർ ഇബ്നു ഖുസാ അല്ലെങ്കിൽ അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു അംർ ഇബ്നുൽ ഖുസാഇ ഫിന്നാർ. ഞാൻ അംർ ഇബ്നു ലുഹൈനെ അഥവാ അംർ ഇബ്നു ഖുസാഇയെ നരകത്തിൽ ഞാൻ കണ്ടു. യജുറു ഖസബഹു,
നരകത്തിൽ അയാളുടെ കൊടലി വലിച്ചഴിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ നടക്കുന്നു. എന്താ കാരണം? ആദ്യമായിട്ട് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി മൃഗങ്ങളെ നേർച്ചയാക്കി ബലികർമ്മത്തിന് വേണ്ടി കൽപ്പിച്ചയാള് പഠിപ്പിച്ചയാൾ അംറു ബിൻ ലുഹൈയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലാഹുവിന് വേണ്ടി ബലികർമ്മത്തെ നിർവഹിക്കുക. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അത് മറ്റാർക്കും വേണ്ടി ചെയ്യിപ്പിക്കുക. അപ്പൊ അല്ലാഹുവിന് വേണ്ടി ബലികർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം മുഅ്മിനീങ്ങൾ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. എല്ലാ ഉമ്മത്തികൾക്കും എല്ലാ സമുദായത്തിനും നാം ബലികർമ്മത്തെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. മൻസക്കിന് രണ്ടർത്ഥമുണ്ട്. ആരാധനാ കർമ്മങ്ങൾ എന്നും അർത്ഥമുണ്ട്, ബലികർമ്മം എന്നും അർത്ഥമുണ്ട്. നേർക്ക് നേരെ അർത്ഥം ബലികർമ്മം എന്നാണ്. ലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക. എല്ലാ സമുദായത്തിനും നാം ബലികർമ്മത്തെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു തആല അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത ആടുമാട് ഒട്ടകങ്ങളിൽ അതിനെ ബലിയർത്തുകൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അല്ലാഹു ഉടനെ പറഞ്ഞു, വഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാണ്. അല്ലാഹു അല്ലാത്ത മറ്റാർക്കും വേണ്ടി നിങ്ങൾ ബലിയർക്കാൻ പാടില്ല. നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ആരാധ്യനാണ്. വഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അതുകൊണ്ട് ആ റബ്ബിന് വേണ്ടി നിങ്ങൾ ബലികർമ്മം നിർവഹിക്കുക. വബശ്ശിരിൽ മുഖ്ബിതീൻ. അങ്ങനെ റബ്ബിന് വേണ്ടി ബലികർമ്മം നിർവഹിച്ചുകൊണ്ട് വിനയാന്വിതരാകുന്നവർക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. ആ മുഖ്ബിതീങ്ങൾ വിനയാന്വിതരാകുന്നവരുടെ സ്വഭാവം എന്താ? അല്ലദീന, അവർ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ ചലനമുണ്ടാകും എന്ന് മാത്രമല്ല, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കും. അല്ലാഹു നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുകയും ചെയ്യും. അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്നും ബലികർമ്മം നിർവഹിക്കും. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ബലിയർക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഒട്ടകങ്ങൾ, ഈ മൃഗങ്ങൾ, അത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. അതിനെ ബലിയർക്കാൻ വേണ്ടി നിരത്തി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക. അങ്ങനെ അതിനെ ബലിയർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങളും ഭക്ഷിച്ചു കൊള്ളുക, ദരിദ്രരായവർക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഖുർആനിൽ അല്ലാഹു തആല ബലികർമ്മത്തെ കുറിച്ച് ഇങ്ങനെ നിരനിരയായ ആയത്തുകളിൽ പറയുന്നു. അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു അമൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, മാ ഹാദിഹിൽ അല്ലാഹി. അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഈ ബലികർമ്മം? ദിനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്തു അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചര്യയാണ്, സുന്നത്താണ്. ഇബ്രാഹിം നബി സ്വന്തം മകനെയാണ് അറുക്കാൻ സന്നദ്ധനായത്. സഹാബികൾ ചോദിച്ചു, വമാ ലനാ ഫീഹാ. ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? നബിതങ്ങൾ പറഞ്ഞു, ലിക്കുല്ലി ശഅറത്തുൻ ഹസന. ആ ബലിയറുക്കുന്ന മൃഗത്തിന്റെ ഓരോ രോമത്തിന് പകരമായും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. സഹാബികൾ ചോദിച്ചു, ഫസ്സൂഖിയ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ധാരാളം രോമങ്ങളുള്ള ആ മൃഗമോ ആടോ അതിന്റെ തോലോ? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിക്കുല്ലി ശഅറത്തുൻ മിനസ് സൂഫി ഹസന. അങ്ങനെയുള്ള തോലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓരോ രോമത്തിനും പകരമായി അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ബലിയറുത്തു, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അറുത്തു. ഈ ഉമ്മത്തിൽ നിന്നും ബലിയറുക്കാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടിയും പകരമായിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു. അങ്ങനെ നബിതങ്ങൾ ചെയ്ത അപൂർവം ഒരു അമലാണ് ബലികർമ്മം. ഹദീസിൽ കാണാൻ കഴിയും, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബിശൈനി അക്രമൈനി അംലഹൈനി മൗജൂദൈനി ذبحهما بيده فسمى وكبر ثم قال اللهم منك ولك عن محمد وعن آله وعن أمتي. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിപെരുന്നാൾ ദിവസം രണ്ടാടിനെ അറുത്തു. അഭിഷൈനി അക്രണൈനി അംലഹൈനി മൗജൂദൈനി, കൊമ്പുള്ള തവിട്ട് കളറുള്ള അതിന്റെ ദുഷ്ണം മുളക്കപ്പെട്ട
അതാണ് കൂടുതൽ അതിന്റെ മാംസത്തിനാണ് രുചി എന്നാണ് ഫുഖഹാക്കൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള രണ്ടാടിനെ അറുത്തു. സ്വന്തമായിട്ട് അറുത്തു. വിസ്മി പറഞ്ഞു, തക്ബീർ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ മിൻക അമലക അന്നി, അല്ലാഹുവേ നിനക്ക് വേണ്ടി എന്നിൽ നിന്നും എന്റെ കുടുംബക്കാർക്ക് പകരമായിട്ടും ഒരു റിവായത്തിൽ എന്റെ ഉമ്മത്തികൾക്ക് പകരമായിട്ടും ഞാൻ ഇതിനെ അറുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ റിവായത്തിൽ കാണാൻ കഴിയും, എന്റെ ഉമ്മത്തികളിൽ നിന്നും ബലികർമ്മം നിർവഹിക്കാൻ ശേഷിയില്ലാത്തവർക്ക് പകരമായിട്ടും ഞാൻ ഈ അമൽ ചെയ്യുന്നു. അപ്പൊ ശേഷിയുള്ളവർക്ക് പകരമാവില്ല. ബലിയർക്കാൻ ശേഷിയില്ല, അതിനുള്ള സാമ്പത്തിക അവർക്ക് പകരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത അമൽ, അവർക്ക് അതിനുള്ള സാമ്പത്തികമുണ്ട്, അവർക്ക് പകരമാവില്ല. അതുകൊണ്ടാണ് ചില ഇമാമിങ്ങളുടെ അടുക്കൽ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഓൾറെഡി കർമ്മം വാജിബാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി മുഅക്കദായി സുന്നത്താണെന്ന് പറഞ്ഞത്. മോശരായ ഒരാൾ, കഴിവുള്ള ഒരാൾ, തനിക്ക് വേണ്ടി എന്നൊക്കെ കുടുംബത്തിന് വേണ്ടി എന്ന് മാത്രമല്ല, അത് ബലിപെരുന്നാൾ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. എന്തുകൊണ്ടാണ് ബലിപെരുന്നാളിനെ വലിയ പെരുന്നാൾ നമ്മൾ പറയുന്നത്? അങ്ങനെ ചില പ്രയോഗ കിതാബുകൾ തന്നെ ഉണ്ട്. ഈദുൽ ഫിത്റെന്നും ഈദുൽ അദ്ഹാനും ഈദുൽ അസ്ഗറെന്നും ഈദുൽ അക്ബറെന്നും അസ്ഗറെന്നും. വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ. പെരുന്നാളുകളിൽ ഏറ്റവും മഹത്വം പറയുന്നത് ബലിപെരുന്നാളാണ്. 2 ദിവസങ്ങളിലും നമ്മൾ സദഖ ചെയ്യുന്നുണ്ട്. ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ നോമ്പ് പെരുന്നാളിന് നമ്മൾ എന്ത് ചെയ്യും? ഫിത്ർ സദഖ ചെയ്യും. ബലിപെരുന്നാളിന് മൃഗത്തെ അറുത്ത് ബലി കർമ്മം നിർവഹിക്കും. ഫിത്ർ സദഖയേക്കാൾ ശ്രേഷ്ഠമാണ് ബലികർമ്മം എന്നുള്ളത്. അതുകൊണ്ടാണ് അതിന് ശ്രേഷ്ഠത എന്നാണ് ചില പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത്. ആ ദിവസത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അമല് അത് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അമല ഇബ്നു ആദമ യൗമൻ നഹർ അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദം. ബലിപെരുന്നാൾ ദിവസത്തിൽ ഒരു ദാസൻ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് ആ ബലിമൃഗത്തെ അറുത്ത് അതിന്റെ രക്തം ഒലിപ്പിക്കുക എന്നുള്ളതാണ്. ആ മൃഗം അതിന്റെ രക്തവും അതിന്റെ കുളമ്പും അതിന്റെ മജ്ജയും ഒക്കെയായിട്ട് നാളെ ആഖിറത്തിൽ നിങ്ങളുടെ നന്മയുടെ ത്രാസിൽ പ്രതിഫലമായി എത്തുന്നതാണ്. ആ ബലിയർത്ത മൃഗത്തിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ അത് എത്തിയിട്ടുണ്ടാകും. നിങ്ങളുടെ പ്രതിഫലമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ബലികർമ്മം കൊണ്ട് നിങ്ങൾ നന്നായി തീരുക, നിങ്ങളുടെ മനസ്സിനെ നന്നാക്കുക, നിങ്ങൾ നന്നായി അമൽ ചെയ്യുക. വിധങ്ങൾ സല്ലല്ലാഹു കൽപ്പിക്കണം. അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇത്. നമ്മുടെ നാട്ടിൽ ചിലർ പറയും, എന്തിനെത്രയും മൃഗത്തെ അറുക്കുന്നത്? എവിടെയെങ്കിലുമൊക്കെ പാവങ്ങളുടെ അവിടെ കൊണ്ട് അറുത്താൻ പോലെ 2000 രൂപ ഇട്ടുകൊടുത്താൽ ഏതെങ്കിലും സ്ഥലത്ത് ദരിദ്രനായ നാട്ടിൽ ദാരിദ്ര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി അവിടെ അറുക്കപ്പെടും. അല്ലെങ്കിൽ ഇത്രയും മൃഗത്തിനെ അറുക്കുന്നത് എന്തിനാണ്? അതിന്റെ പൈസ ആർക്കെങ്കിലും കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടും. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ഇബാദത്ത് അല്ലാഹു തആല നിയമമാക്കി തരുമ്പോൾ ആ ഇബാദത്തിന്റെ പൈസ തന്നെ എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. വേറൊന്നും എടുത്തിട്ട് ചെയ്യരുത്. എന്തിനാ ഇത്രയും വലിയ കല്യാണം നടത്തുന്നത്? ആരും ചിന്തിക്കത്തില്ല. എന്നാ ഇത്ര വലിയ വീട് വെക്കുന്നത്? ഇത്ര വലിയ വാഹനം എന്തിനാ? എന്തിനാ ഇത്ര നല്ല ഭക്ഷണം, 4 കറി ബിരിയാണിയൊക്കെ സാധാരണ കഞ്ഞി കുടിച്ചാൽ അതൊക്കെ അങ്ങനെ തന്നെ വേണം. പിന്നെ കൊല്ലത്തിലൊരിക്കൽ ബലികർമ്മത്തിനുള്ള 10,000 നടക്കുന്നെങ്കിൽ അത് ആർക്കെങ്കിലും സദഖ ചെയ്യാം. നല്ല കണ്ടുപിടുത്തം. അത് മാത്രം എവിടെയെങ്കിലും എത്തിക്കുക ഇല്ല. അത് അല്ലാഹു നിശ്ചയിച്ചെന്ന ഒരു വിവാദത്ത് അങ്ങനെ ചെയ്യണം. അല്ലാഹു നിശ്ചയിച്ചെന്ന ഒരു വിവാദത്ത് അങ്ങനെ ചെയ്യണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചെന്ന വിവാദത്ത് അങ്ങനെ ചെയ്യണം. അതിന് സാക്ഷിയാകാനാണ് പറഞ്ഞത്. അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, "ഖുദിയ, ആ കത്തിനി എടുത്തു തരിക, ഫശദീഹ, നീ സാക്ഷിയാകാൻ നിനക്ക് വേണ്ടി അറുക്കുന്ന മൃഗത്തിന്റെ മുന്നിൽ." ഒരു സ്ത്രീയെ സാക്ഷിയാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർമ്മം ചെയ്തത് അത് അതിന്റെ അഹമ്മിയത്ത്, അതിന്റെ പ്രാമുഖ്യം കാണിക്കുന്നതാണ്. ഇഹ്റാഖുദ്ദം, ആ ബലികർമ്മം നിർവഹിച്ച് ആ രക്തം ഒലിപ്പിക്കുക എന്നുള്ളത്, അല്ലാഹുവിന് വേണ്ടി ചെയ്യുക എന്നുള്ളത് അത് തൗഹീദാണത്. അല്ലാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറയാണത്. അതിന് നിങ്ങൾ സാക്ഷിയാണെന്ന് പറഞ്ഞപ്പോ അത്
അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? മാംസം പാഴാക്കാതെ സാധുക്കൾക്കും അല്ലാത്തവർക്കും കൊടുക്കുക. അത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യത്തെ കാര്യം ആ കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. അതൊന്നും അവരുടെ കൽപ്പനയെ പൂർത്തീകരിക്കലാണ്. അതൊരു സമർപ്പണമാണ്. അവിടെ നമ്മൾ അതിനെ എടുത്ത് വേറെ ആണെങ്കിലും കൊടുക്കാമെന്ന് ആലോചിക്കരുത്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് നേരത്തെ തയ്യാറാകാൻ വേണ്ടിയാണ് നേരത്തെ ബലികർമ്മത്തെ കുറിച്ച് പറയുന്നത്. കഴിവുള്ളവരെല്ലാം അതിന് സമയമുണ്ട്. ഉദഹിയാകർമ്മം നിർവഹിക്കേണ്ട സമയത്ത് നിർവഹിച്ചാലേ അത് നിർവഹിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അയ്യാമത്തെ അശ്വരി കഴിഞ്ഞ് ഒരു മൃഗത്തെ ഇറക്കാമെന്ന് ആലോചിച്ചാൽ പിന്നെ നടക്കുമോ? എന്ന് മാത്രമല്ല, ബലികർമ്മത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മൃഗങ്ങൾ അല്ലാഹുവിന്റെ ചിഹ്നമാണ് എന്ന് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അതിനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിൽ 100 ഒട്ടകത്തെയാണ് അറുത്തത്. ഒരു ഒട്ടകത്തെ ഇറക്കാൻ എത്ര പൈസ വേണം? 100 ഒട്ടകത്തെ 63 സ്വന്തം കൈകൊണ്ട് അറന്നു. ഇത്രയും കരുത്തുണ്ടായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ഇറക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മളെ കാലത്തെയാണ് 63 സ്വന്തമായി ഇറക്കി. ബാക്കിയുള്ളതിനെ അയലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്ത് ഇറക്കാൻ പറഞ്ഞു. തങ്ങളുടെ ഹജ്ജ്, ആ ഹജ്ജിന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയിൽ 100 ഒട്ടകങ്ങളെ വലിയ അലി റളിയല്ലാഹു അൻഹു ബാക്കിയുള്ളതിനെ അറച്ചു. അലി റളിയല്ലാഹു അൻഹു സമ്പത്തില്ലാത്ത ഒരു സഹാബിയാണ്. ശരിക്കും പറഞ്ഞാൽ ദരിദ്രനാണ്. വീട് പോയി വാടകയ്ക്കാൻ. പക്ഷേ മരണം പറയും അദ്ദേഹം 2 ഒട്ടകയെ അറക്കുമായിരുന്നു. ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി. അത് തങ്ങൾ അലി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തതാണെന്ന് ഉലമാക്കൾ എഴുതിയപ്പെട്ടു. മരണം വരെ അത്രയും സാമ്പത്തിക ശേഷിയില്ലാതിരുന്നിട്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബലിപെരുന്നാൾ ദിവസത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഹാജിമാർ പുറപ്പെടും. അവരവിടെ ബലികർമ്മം നിർവഹിക്കുമ്പോൾ നാട്ടിൽ നിൽക്കുന്ന നമ്മളും വളരെ പ്രാധാന്യത്തോടുകൂടി അമൽ ചെയ്യണം. നമ്മുടെ നാടുകളിലെ ചില പ്രദേശങ്ങളിലൊക്കെ പോയാൽ മറ്റു പല കാര്യത്തിനു വേണ്ടിയും 100 ആടിനെയൊക്കെ അറക്കുന്ന ദിവസങ്ങളുണ്ട്. 100 ആട്, 333 പല പ്രദേശങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉദഹിയുടെ കാര്യം നോക്കി അതൊരു ആട്ടിൻകുട്ടിയെ പോലെ നടക്കുന്നുണ്ടാവും. ഇത്രത്തോളം വഴിതെറ്റിപ്പോയി നമ്മൾ. വിധങ്ങളുടെ സുന്നത്തിൽ നിന്നും ചര്യയിൽ നിന്നും നബിമാരുടെ മാർഗത്തിൽ നിന്നും വഴിതെറ്റിപ്പോയി. ആർക്കൊക്കെ അറുത്ത് വെട്ടി ഇഷ്ടം പോലെ തിന്നുക, അതിന് ഭയങ്കര മെടുക്കാൻ. നബിമാർ മുഴുവനും ചെയ്ത ഈ അമലിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആർക്കും ചിന്തയില്ല. അതുകൊണ്ട് നമ്മൾ സുന്നത്തിലേക്കും ഖുർആനിലേക്കും സലഫുസ്സാലിഹീങ്ങളുടെ ഇമാമിങ്ങളുടെ മാർഗത്തിലേക്കും തിരിച്ചു വന്നു അവർ പ്രാമുഖ്യത്തോടുകൂടി കാണിച്ചെന്ന അമലുകളെ ആ പ്രാമുഖ്യത്തോടുകൂടി ചെയ്യണം. മാഷാ അല്ലാഹ്, നമ്മുടെ മഹല്ലിൽ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഈ ബലികർമ്മം, ഉദഹിയാകർമ്മം നേരത്തെ തന്നെ ഏർപ്പാട് ചെയ്യണം. അതിന്റെ ബാക്കി അല്ലറ ചില്ലറ പൈസ പിന്നെ കൊടുക്കാതെ പോകരുത്. ഇതൊരു ഇബാദത്താണ്, കുർബത്താണ്. അതിന്റെ പൈസ 1000-2000 രൂപ ആയിരിക്കും. എത്ര ആയിരം നമ്മൾ അതിനിടയ്ക്ക് ചെലവാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ലതുപോലെ നല്ല മൃഗങ്ങളെ വാങ്ങിച്ച് നന്നായിട്ട് ബലികർമ്മം നിർവഹിക്കണം. ആ പൈസ നമുക്ക് മുടങ്ങില്ല, നഷ്ടപ്പെടില്ല. നാളെ ആഖിറത്തിൽ നമ്മൾ അതിന്റെ കുളമ്പ് സൈലത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്ക് നഷ്ടമാവില്ല. അതുകൊണ്ട് നേരത്തെ അതിന് ഏർപ്പാടുകൾ ചെയ്യുക. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക. സാധിക്കുന്ന കഴിവുള്ള എല്ലാവരും ബലികർമ്മത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ആഗ്രഹിക്കുകയും അല്ലാഹുവിന്റെ പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുക. അത്രയും പ്രാധാന്യമുള്ള ഒരു അമലാണ് അത്. ആ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ കാണണം, അവഗണിക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ശരിയായി അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ജുമാഅക്ക് ശേഷം നമ്മുടെ മഹല്ലിൽ നിന്നും നമ്മുടെ പ്രദേശത്തു നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകും.